ഞാൻ ഈ രണ്ട് വാർഡിനും കമ്പാരിസൺ ചെയ്ത് നിനക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. വൈറലായ അംഗനവാടി അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് 56 വർഷത്തെ മികവിന്റെ ഒരു സാധനമാണ്. 56 വർഷം ഈ പഞ്ചായത്ത് വന്നിട്ടുള്ള മികവിന്റെ ഒരു അംഗനവാടി. ആ കണ്ടില്ലേ? ഇപ്പൊ നിലവില് ഞങ്ങളെ പഴയ 16ാം വാർഡായിരുന്നു, ഇപ്പൊ 17ആയി മാറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മെമ്പർമാര് വന്നിട്ടുണ്ട്. ഷാനവാസ് വട്ടത്തൂര്, ഹാരിസ്, അലീമ, ഇപ്പൊ നിലവിൽ തെസി, ഇനി ഒരുപാട് പേര്. അങ്ങനെ 56 വർഷത്തെ ബാക്ക് എടുത്ത അവർ മാത്രം. ഈ ഒരു അംഗനവാടിയുടെ ഒരു അവസ്ഥ നോക്കിയാ, ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ നോക്കിയാ, ഈ വാർഡിന്റെ റോഡുകൾ, ഞാൻ എന്താ നെജോ കണ്ടില്ലേ ഈ റോഡ്? ഇത്രയും എത്രയോ കുട്ടികൾ പഠിക്കുന്നതാ. DRS ചിയാനൂര് സ്കൂള്, ഈ മെയിൻ റോഡിന്റെ അവസ്ഥയാണ്. പഴയ ദാർസ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, അത് ഞാൻ സമ്മതിക്കുന്നത്. പക്ഷെ ഇതെന്താ പ്രശ്നം ചോദിച്ചാൽ 56 വർഷക്കാലമായിട്ട് ഈ വാർഡ് ഭരിക്കുന്നത് ഒരേ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് 25 വർഷം പുറകോട്ടായിട്ടാണ് ഈ വാർഡിന്റെ അവസ്ഥ കിടക്കുന്നത്. ഒരു ചോദ്യമേ നമുക്കുള്ളൂ, അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. ഞാൻ എന്തൊക്കെ കാണിച്ചു തന്നു? വളരെ മോശമായ അവസ്ഥ. 25 വർഷം പിറകോട്ടാണ് ഈ വാർഡ് ഇപ്പോഴും കിടക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്നാണ് മാറ്റം ഉണ്ടാവുക? 56 വർഷക്കാലമായിട്ട് മലപ്പുറം ജില്ലക്കകത്ത് ഏറ്റവും ലീഡ് കൊടുക്കുന്ന ഒരു വാർഡാണ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഈ വാർഡ്. ആദ്യമായിട്ട് 5 വർഷം ഒരു ഇടതുപക്ഷത്തിന്റെ കൈ കിട്ടിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞില്ലേ? ആ മാറ്റങ്ങളാണ് ഈ അംഗനവാടി, ഹൈടെക് അംഗനവാടി, കേരളത്തിലെ നമ്പർ 1 അംഗനവാടി. കാണിച്ചു തരാം, കണ്ടില്ലേ? നോക്കിയാ എത്ര മനോഹരമായ അംഗനവാടിയാണ് ഇവിടെ ഈ 5 വർഷത്തിൽ ഉണ്ടാക്കിയത്. എവിടെയില്ല അത്രയും നല്ല മനോഹരമായ പാതകൾ. ഇതൊക്കെ ഒരു സമയത്ത് തരിശായി കിടന്നിരുന്നതാ. ഈ 5 വർഷം കൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ കൃഷിയിടമായി നല്ല രീതിയിൽ ഇത് ആയി മാറിയത്. അഞ്ച് വർഷം കൊണ്ട് മജു എന്നൊരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വന്ന് സായാഹ്ന സമയങ്ങളിൽ ഇരിക്കാനുള്ള പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇടം, ഇത്രയും വലിയ നല്ല മാറ്റമല്ലേ ഉണ്ടായത്? 56 വർഷത്തിന് ഇങ്ങനെ ഒരു മാറ്റം 5 വർഷം കൊണ്ട് കൊണ്ടുവന്ന. എന്റെ ചോദ്യത്തിൽ 56 ആണോ വലുത്, 5 ആണോ വലുത്? 56. വികസനത്തിന്റെ നോക്കുമ്പോ ഏതാ വലുത്? 5. ആ 5 നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. പഞ്ചായത്തിലെ പരിപാടിക്ക് ഡെപ്സി വന്നല്ലേ? ഈ പഞ്ചായത്തിലെ പരിപാടിക്കാണ് ഡെപ്സി വന്നത്. 56 വർഷക്കാലമായിട്ട് പല ആളുകളും ഭരിച്ചിട്ടും ഈ പഞ്ചായത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷം കൊണ്ടുണ്ടായ മാറ്റത്തിനെ കുറിച്ചിട്ട്, ഈ ബസ് സ്റ്റോപ്പുകള്, നടപ്പാതകള്, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്. അപ്പൊ അതിൽ കൂടുതൽ 56 വർഷത്തിനേക്കാൾ നല്ല മാറ്റം 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റങ്ങളുണ്ടായി. ഓക്കെ. നമ്മൾ ആലങ്കോട് പഞ്ചായത്തിന്റെ ഈ വികസനം, ഈ 5 വർഷം കൊണ്ട് നടക്കുന്ന ഈ ടൗൺ വികസനത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം പറയാനുള്ളത്. നല്ല അഭിപ്രായം പറയാനുള്ളത്. കാരണം നമ്മളിത് വികസനം ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇതിനെ ഫുള്ളാക്കി തീർക്കണം, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ എന്താ വേണ്ടിച്ചാല് നമ്മൾ ഓരോ ഭാഗവും നമ്മളിങ്ങനെ തുടക്കം കുറിച്ച് വന്നിട്ടുണ്ട്. വന്നതൊക്കെ നല്ല നിലവില് 56 വർഷക്കാലമായി ഈ പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം ഇത്രയും നല്ലൊരു വർക്ക് ഇവര് നടന്നിട്ടുണ്ടോ? നടന്നില്ല. അപ്പൊ ഏറ്റവും മനോഹരമായിട്ടില്ല ഈ വർക്ക് പൂർത്തീകരിച്ച ടൗണിന്റെ മാറ്റങ്ങൾ കാണാൻ കഴിയാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇത്രയും കാലമായിട്ട് ഈ പഞ്ചായത്ത് പല ആളുകളും ഭരിച്ചു. 56 വർഷക്കാലത്തിനിടയ്ക്ക് ഈ 5 വർഷത്തെ മാറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഇതുവരെ UDF ആണ് ഭരിച്ചിരുന്നത്.
വെൽഡിംഗ് വന്നതിന്റെ ഗുണം ശരിക്കും നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചങ്ങാടപ്പോ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. ഇപ്പൊ ചങ്ങാടത്തിന്റെ മൊത്തം മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ MLA LDF ആണെങ്കിലും ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന UDF ആണ്. അത് LDF പിടിച്ചെടുത്തോട് കൂടിയിട്ട് ആ വികസനം നമ്മുടെ ചങ്ങാടത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് അതേപോലെ നല്ല രീതിയിൽ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി 5 വർഷത്തെ നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടായത്. നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നത്. നല്ല വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നോക്കിയാ ഇതിൽ ആരുടെ പേരാണുള്ളത്? നീ തന്നെ വായിച്ചു നോക്കിക്കോ. ഇതില് നന്ദകുമാർ സാറുണ്ട്. ഈ വാർഡ് മെമ്പർ ആരാ ഇതിനകത്ത്? അബ്ദുൽ മജീദ്. കണ്ടില്ലേ, വെള്ളക്കെട്ട് കൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി നിന്നിരുന്ന ഒരു വഴിയത്. ഞാൻ ഒരിക്കൽ വന്നിട്ടില്ലേ? എന്റെ ചെറുപ്പം തൊട്ടിട്ടേ ഈ വഴിയിലേക്ക്, എന്റെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഈ വഴി പൂരത്തിനും ഇതൊക്കെ വരുമ്പോ വെള്ളക്കെട്ടും കുണ്ടും ചളി വിളിയൊക്കെ എടുക്കണതാ. അറിയില്ല. ഇപ്പൊ 8ാം വാർഡിൽ മജു വന്ന ഈ 5 വർഷം കൊണ്ടാണ് ഈ നടപ്പാത ഇത്രയും മനോഹരമായി കട്ട വിരിച്ചിട്ട് തയ്യാറാക്കിയത്. അതിസന്തോഷേട്ടാ. ഇനി ഒന്നും നിങ്ങൾ പറയണ്ട, മനസ്സിലായിട്ട് എന്താ ഏകദേശം എങ്ങനെയൊക്കെ നടക്കണത്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ 2 വാർഡും ചുറ്റി കണ്ടപ്പോ നിനക്കും അടുത്ത് 56 വർഷം കൊണ്ട് സഹിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണ്? സമ്മതിച്ചു മോനെ.